സഭയോടും പാസ്റ്ററോടും മറ്റുള്ള എല്ലാവരോടുമുള്ള നന്ദിയെ ഈ സമയത്ത് അറിയിച്ചുകൊണ്ട് ഞാനൊരു വാക്യം മാത്രം വായിപ്പാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ഇന്നത്തെ ജീവിക്കുന്ന കാലഘട്ടം വളരെ വളരെ വലിയ ഒരു നിർണായകമായ കാലഘട്ടമാണ്, അല്ലേ? വളരെ നിർണായകമായൊരു കാലഘട്ടമാണ്. കർത്താവിൻ്റെ വരവ് ഏത് സമയത്തും സംഭവിക്കാവുന്ന ഒരു കാലഘട്ടത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ പാതിരാത്രി 12 മണിയാകാൻ ഏതാനും സെക്കൻഡുകൾ മാത്രമുള്ളൊരവസ്ഥയെ ഒന്ന് ചിന്തിച്ച് നോക്കി. 12 മണിയാകാൻ എന്ന് പറയുന്നത് ഒരു സുപ്രഭാതത്തിൻ്റെ ഒരു പൊൻപുലരിയുടെ ഏതാനും സെക്കൻഡുകൾക്ക് എവയാണ്, അകന്നാണ് നമ്മൾ നിൽക്കുന്നത്. താമസം വിന കർത്താവ് വരാൻ പോകുകയാണ്. നമ്മൾ ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്നവരായി തീരണമെന്ന് വചനം വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറയുന്നുണ്ട്, ഇല്ലേ? ഉണ്ടോ? നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഉണ്ട്. നിങ്ങൾക്കെല്ലാം വചനം അറിയാവുന്നവരാണ്. ഞാൻ അതിനെക്കുറിച്ച് ആവർത്തിക്കുന്നില്ല. പക്ഷെ ഒരു വാക്യം, യൂദയുടെ ലേഖനത്തിൽ നിന്നൊരു വാക്യം ഒന്ന് വായിപ്പാൻ ആഗ്രഹിക്കുക. യൂദയുടെ ലേഖനം 3-ാം അധ്യായം നമുക്ക് എടുത്താലോ? വേണ്ട, അല്ലേ? യൂദയുടെ ലേഖനം 3-ാം വാക്യം. പ്രിയരെ, യൂദ ആരാണ്? യേശുക്രിസ്തുവിൻ്റെ അർത്ഥ സഹോദരനാണ് എന്നാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇസ്കരിയത്താൽ അല്ലാത്ത യൂദ. ഈ യൂദ ലേഖനം എഴുതുമ്പോൾ തന്നെ ആദ്യം പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണെന്നറിയാമോ? 1-ാമത്തെ വാക്യം, യേശുക്രിസ്തുവിൻ്റെ ദാസൻ. മതി, യേശുക്രിസ്തുവിൻ്റെ ദാസൻ. സ്വന്തം സഹോദരനാണ് യേശുവിൻ്റെ സഹോദരനാണ് യൂദ. പക്ഷേ യൂദ യേശുവിനാൽ തന്നെ പരിചയപ്പെടുത്തുമ്പോൾ, യേശു മൂലം തന്നെ പരിചയപ്പെടുത്തുമ്പോൾ പറയുന്നു, ഞാൻ യേശുവിൻ്റെ ദാസനായിരിക്കാനാണ് ഇഷ്ടം. യേശുവിൻ്റെ സഹോദരനാണെന്നും പറഞ്ഞ് വീരവാദം അടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. യേശുവിൻ്റെ സഹോദരനാണെന്നും പറഞ്ഞ് തല ഉയർത്തി നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. യേശുവിൻ്റെ അടുക്കൽ വരുമ്പോൾ യേശുവിൻ്റെ ഒരു ദാസൻ, ഒരു സ്ലേവ്, ഒരു ഡയക്കോനിയ, ഒരു ദാസനായിരിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഒരു അടിമയായിരിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന വലിയൊരു പ്രതിഭാസം, വലിയൊരു ദുഃഖകരമായ കാര്യം, ഏതെങ്കിലും ഒരു പാസ്റ്ററെ പരിചയപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ, ഞാനൊരു കല്യാണത്തിന് പങ്കെടുത്തപ്പോൾ അവിടെ നടത്താൻ വന്ന ആളിനെ പരിചയപ്പെടുത്തിയത് 20 മിനിറ്റാണ്. നടത്താൻ വന്ന പാസ്റ്ററെ പരിചയപ്പെടുത്തിയത് അദ്ദേഹം പോയ രാജ്യങ്ങളുടെ എല്ലാം ലിസ്റ്റ് വായിച്ച് അദ്ദേഹം ചെയ്ത അനവധി കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞ് ഇതൊക്കെ പ്രശംസ പറയുക, അല്ലേ? പ്രശംസ നമുക്ക് വേണ്ട, പ്രിയമുള്ളവരെ. നമ്മൾ എവിടെ ചെന്നാലും പറയാൻ പറ്റണം, എനിക്ക് വേറെ ഒന്നും പുകഴുവാനില്ല, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് അല്ലാതെ എനിക്ക് പുകഴുവാനൊന്നുമില്ല. ഞാൻ ആകുന്നത് ദൈവ കൃപയാലാകുന്നു. എൻ്റെ മക്കളുടെ ഗുണം കൊണ്ടല്ല ഞാനിതായത്. എൻ്റെ മക്കൾ എന്തെങ്കിലും പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഗുണം കൊണ്ടുമല്ല, പിന്നെയോ ഞങ്ങളുടെ എല്ലാം കർത്താവ് കാരണമാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. പ്രൈസ് ദി ലോർഡ്. ആരെങ്കിലും ഒരു വിവിഐപിയുടെയോ ബന്ധുവായിട്ടെങ്ങാനും അല്ലെങ്കിൽ അടുക്കക്കൂടങ്ങാനും ഒന്ന് പോയാൽ പോലും അത് വിളിച്ചു പറയുന്ന ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഞങ്ങളുടെ ഇന്ന മന്ത്രി അല്ലെങ്കിൽ ഇന്ന പ്രസിഡന്റ്, ഇന്ന സെക്രട്ടറി എന്ന് പറയുന്നിടത്ത് അതൊക്കെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് നമുക്ക് ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ വരുന്നത് യേശുവിൻ്റെ ദാസന്മാരായിട്ടായിരിക്കണം. ദൈവത്തിൻ്റെ സഭയുടെ മധ്യത്തിൽ, ദൈവസഭയിൽ വെളുത്തവനുമില്ല കറുത്തവനുമില്ല, ഉന്നതനുമില്ല കുബേരനുമില്ല കുചേലനുമില്ല, വിദ്യാസമ്പന്നനുമില്ല വിദ്യാവിഹീനനുമില്ല, മറ്റൊരുത്തനുമില്ല. പിന്നെ ആരാ ഉള്ളതെന്നറിയാമോ? യേശുവിൻ്റെ അടിമകൾ മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. യേശുവിൻ്റെ ജനം ഒരുമിച്ച് കൂടുന്നിടത്ത് നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. വെളിപ്പാട് പുസ്തകത്തിലൊരു വാക്യമുണ്ട്, 4-ാം അധ്യായം, പുറപ്പാട് പുസ്തകം 5-ാം അധ്യായം 12-ാമത്തെ വാക്യം. ആ ആ ആ ആ ആ ആ
ആ ആ മൂപ്പന്മാർ വീണ് നമസ്കരിച്ചു. 4-ാം അധ്യായം 10-ാം വാക്യം. 4-ാം അധ്യായം 10-ാം വാക്യം. 24 മൂപ്പന്മാരും വീണ് അവനെ നമസ്കരിച്ചു. എല്ലാവരും വീണ് കിടക്കുക. പക്ഷെ ഒരുത്തൻ അവിടെ സിംഹാസനത്തിലിരിക്കുക. ആരാ? കുഞ്ഞാട്. അറുക്കപ്പെട്ട കുഞ്ഞാട് സിംഹാസനത്തിലിരിക്കുക. സിംഹാസനത്തിൻ്റെ മുമ്പിൽ വന്നിരിക്കുന്ന ദൈവവൈതങ്ങൾ കിരീടം താഴെ ഇട്ടു. നമ്മൾ താഴെ വായിക്കുന്നുണ്ട്. അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നു, ആ ആ ആ തങ്ങളുടെ സിംഹാസനങ്ങളെ തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന് മുമ്പിൽ ഇടും. എല്ലാവർക്കും കിരീടമുണ്ട്. പ്രസിഡന്റിന് കിരീടമുണ്ട്, സെൻട്രൽ പാസ്റ്റർക്ക് കിരീടമുണ്ട്. ഓക്കെ, അതൊക്കെ അവിടെ ഇരിക്കട്ടെ, നല്ലത് തന്നെ. പക്ഷേ ദൈവസന്നിധി വരുമ്പം ഒരൊറ്റ കിരീടമേ കാണാൻ പാടുള്ളൂ. ഒരാളെ കിരീടം വെച്ചവനായിട്ട് ഇരിക്കാൻ പാടുള്ളൂ. അത് അറുക്കപ്പെട്ട കുഞ്ഞാടാണ്. സ്തോത്രം, ഹല്ലേലൂയ. ബാക്കി എല്ലാ കിരീടങ്ങളും അവിടെ സിറ്റ് ഔട്ട് ഉണ്ടല്ലോ, അവിടെ കുറേ സ്ഥലമുണ്ടല്ലോ. ചെരുപ്പിടുന്നതിന് അടുത്ത് ഊരി വെച്ചിട്ടേ അകത്തോട്ട് കയറാവൂ. പാരമ്പര്യത്തിൻ്റെ കിരീടം ഇതിനകത്തേക്ക് കൊണ്ടുവരരുത്. പശ്ചാത്തലത്തിൻ്റെ കിരീടം ഇതിനകത്തേക്ക് കൊണ്ടുവരരുത്. ഹല്ലേലൂയ. പഠിത്തത്തിൻ്റെ കിരീടം ഇതിനകത്തേക്ക് കൊണ്ടുവരരുത്. ആരോഗ്യത്തിന്റെ കിരീടം ഇതിനകത്തേക്ക് കൊണ്ടുവരരുത്. മിനിസ്ട്രിയുടെ കിരീടം ഇതിനകത്തേക്ക് കൊണ്ടുവരരുത്. വരത്തിന്റെ കിരീടം ഇതിനകത്തേക്ക് കൊണ്ടുവരരുത്. പ്രാർത്ഥനയുടെ ശ്രേഷ്ഠതയുടെ കിരീടം ഇതിനകത്തേക്ക് കൊണ്ടുവരരുത്. എല്ലാ കിരീടവും പുറത്ത്. ഇവിടെ ഒരുവൻ മാത്രമേ കിരീടമുള്ളവനായി ഇരിപ്പാൻ പാടുള്ളൂ. ഹല്ലേലൂയ. നമ്മുടെ കൺവെൻഷനുകളിലൊക്കെ ഈ ദിവസങ്ങളിലെല്ലാം കർത്താവ് കിരീടമുള്ളവനായി ഇരുന്നിരുന്നെങ്കിൽ, ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, വേദപുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു, മനുഷ്യൻ്റെ മുമ്പാകെ ഉന്നതമായതൊക്കെയും ദൈവത്തിൻ്റെ മുമ്പാകെ ദൈവത്തിന് അറപ്പ. ഇവിടെ പാസ്റ്റർ എന്നെക്കുറിച്ച് 1-2 വാക്കുകൾ നിർത്തിയതോർത്ത് നന്ദിയോടുകൂടെ സ്തോത്രം. കൂടുതൽ വിശദീകരിക്കാതെ ഇരുന്നിരുന്നെങ്കിൽ കർത്താവ് ഇവിടുന്ന് ഇറങ്ങി ഓടിയേനും. എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഇവിടെ ഒരു മനുഷ്യനെയും ഉയർത്താനുള്ള ഇടമല്ല. ദൈവജനത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ ഉയർത്തപ്പെടേണ്ടത് നമ്മുടെ കർത്താവാണ്. നമ്മുടെ മഹത്വമുള്ള കർത്താവാണ്, തേജസ്സേറിയ കർത്താവാണ്, വീരനായ ദൈവമാണ്. അവനെ ഉയർത്തു. അവൻ സഭയുടെ നടുവിലൂടെ ഒന്ന് ഉലാവും. ഹല്ലേലൂയ. അവൻ ഉലാവട്ടെ. അവൻ ഉലാവിയാൽ ഇന്ന് രാവിലെ രോഗമുള്ളവൻ രോഗമില്ലാത്തവനായി മടങ്ങിപ്പോകുവാനായിട്ട് ഇടയായി തീരണം. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, പെന്തക്കോസ്തിന്റെ ചരിത്രമൊക്കെ അറിയാവുന്നവർക്കറിയാം. ഞാൻ ജനിച്ചതും വളർന്നതും മർത്തോമായിലാണ്. എന്നാൽ അന്നത്തെ കാലത്ത് പാസ്റ്റർ കാനമച്ചൻ, മേരി കോവൂർ, PM ഫിലിപ്പ്, പാസ്റ്റർ PM ഫിലിപ്പ്, ഇങ്ങനെ കുറേ പേരുടെ പ്രസംഗങ്ങളൊക്കെ ഞങ്ങളുടെ നാട്ടിൽ, ഞങ്ങളുടെ വീടിനടുത്തെല്ലാം പെന്തക്കോസ്തുകാരുണ്ട്. അവരുടെ കൺവെൻഷൻ നടത്തുമ്പോൾ ഞങ്ങൾ ഈ പ്രസംഗങ്ങളൊക്കെ കേൾക്കാൻ പോകും. അന്ന് നടന്ന കൺവെൻഷനുകളിലെ ആത്മീയ അന്തരീക്ഷം ഇന്നുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അന്നൊക്കെ അവർ നിസ്വാർത്ഥമായി പണത്തിന് വേണ്ടിയല്ല പ്രസംഗിക്കാൻ നടന്നിരുന്നത്, ആത്മഭാരത്തോടു കൂടിയാണ് പ്രസംഗിക്കാൻ നടന്നത്. പക്ഷേ ഇന്ന് പലപ്പോഴും പണത്തിന് വേണ്ടി പ്രസംഗിക്കാൻ നടക്കുന്നുവോ എന്ന് സംശയിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ മധ്യത്തിൽ കർത്താവ് ഉയർന്നു കഴിഞ്ഞാൽ, പിച്ചള സർപ്പത്തെ മോശ ഉയർത്തിയപ്പോൾ എന്താ സംഭവിച്ചത്? അതിന്മേൽ നോക്കുന്നവനല്ല സൗഖ്യം പ്രാപിച്ചെങ്കിൽ, യേശു ഇവിടെ ഉയരുകയാണെങ്കിൽ, യേശു നമ്മുടെ മധ്യത്തിൽ ഉയർന്നാൽ അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരാകും. അവരുടെ മുഖം ലജ്ജിക്കാതെ ആയിരിക്കും അവർ മടങ്ങിപ്പോകുന്നത്. തല കുനിച്ചു വന്നവൻ തല ഉയർത്തി തന്നെ പോകും. ഹല്ലേലൂയ. ക്ഷീണിച്ചു വന്നവൻ ബലത്തോടെ മടങ്ങിപ്പോകും. അശക്തനായി മടങ്ങി വന്നവൻ ശക്തിയോടെ മടങ്ങിപ്പോകും. രോഗിയായി വന്നവൻ രോഗമില്ലാതെ മടങ്ങിപ്പോകുന്ന ഒരു കാലഘട്ടം എൻ്റെയും നിങ്ങളുടെയും മുമ്പിൽ താമസമിന വരാൻ പോകുന്നു എന്ന് നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഞാനത് വിശ്വസിക്കുകയാണ്. ചടങ്ങാചാരങ്ങൾക്ക് ഇനി സ്ഥാനമില്ലാത്തൊരു കാലഘട്ടത്തിലേക്ക് ദൈവജനത്തെ ദൈവം കൊണ്ടുവരാൻ പോകുകയാണ്. ഹല്ലേലൂയ. ദൈവ സാന്നിധ്യത്തിൻ്റെ ചിന്തയിൽ മാത്രമേ അവർ നിർത്തത്തുള്ളൂ. ഞാനൊന്ന് ഓർപ്പിക്കട്ടെ, കിരീടവും താഴെയിട്ടു, അവർ താഴെയും കിടക്കുക. ഇപ്പം ആരാ സിംഹാസനത്തിലുള്ളത്?
അവൻ താഴെ വീണിട്ടില്ല കേട്ടോ, അവൻ താഴെ കിടന്നിട്ടില്ല, അവന് താഴെ കിടക്കേണ്ട ആവശ്യമില്ല. എല്ലാവരെയും താഴെ ഇട്ടിട്ട് അവൻ കസേരയിലിരിക്കും, ഞെളിഞ്ഞല്ലിരിക്കുന്നത്. പിന്നെയോ ഹല്ലേലൂയ, അവനെ കുടിച്ചവൻ പറയുന്നു, നീ മഹത്വത്തിനും ജ്ഞാനത്തിനും ബലത്തിനും യോഗ്യനാ. ഹല്ലേലൂയ. ഒറ്റ കിരീടവും ആർക്കും ഇല്ല. നമുക്ക് ഈ ദിവസങ്ങളിൽ നമ്മുടെ കിരീടമൊന്നും വേണ്ട. ഞാൻ ആരാണെന്നറിയാമോ? കിരീടം വെച്ചവനാ. ഞാൻ ആരാണെന്നറിയാമോ എന്ന് ചോദിക്കുന്ന ചോദ്യമുണ്ടല്ലോ, വളരെ മോശമായ ചോദ്യമാണ്. നിനക്കെന്നെ അറിഞ്ഞുകൂടാ എന്ന് പറയുന്ന വാക്കുണ്ടല്ലോ, അതൊന്നും ദൈവപൈതലിന് ചേർന്ന വാക്കുകളല്ല. എൻ്റെ കർത്താവ് ആരാണെന്ന് നിനക്കറിയാമോ എന്ന് ചോദിക്കാനാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ തുനിയേണ്ടത്. ഹല്ലേലൂയ. അവൻ പ്രവർത്തിക്കട്ടെ, വിടുതൽ അനുഭവിക്കാൻ സാധിക്കും. അവൻ വഴിയൊരുക്കട്ടെ, വഴി ഒരുക്കപ്പെടും. അവൻ എന്ത് ചെയ്താലും ഒരൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഓടിച്ച് പറയട്ടെ, യൂദയുടെ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ കാണുന്ന ഒരു കാര്യം എന്താ? യൂദ യേശുവിൻ്റെ സഹോദരനായിരിക്കെ ദാസനാണെന്ന് പറഞ്ഞ് ലേഖനം എഴുതുമ്പോൾ യൂദയ്ക്ക് ഒരു ലേഖനം എഴുതണമെന്ന് ആഗ്രഹം. നമ്മുടെ ഇന്നത്തെ എഴുത്തുകാരെ പോലല്ല, എന്തെങ്കിലുമൊക്കെ ഒന്ന് എഴുതണം. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, എന്നെ കൂടുതലും ആൾക്കാർ അങ്കിളെന്നാണ് വിളിക്കുന്നത്. അങ്കിളെ എന്തെങ്കിലും ഒന്ന് എഴുതാൻ പറ്റുമോ, നമുക്ക് മാസികയിലിടാം. ഞാൻ പറഞ്ഞു എഴുതാൻ വേണ്ടി ഇടാറില്ല, കിട്ടിയാൽ എഴുതും. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ യൂദ ഇരുന്നങ്ങോട്ട് സ്ട്രെയിൻ ചെയ്യുക, അങ്ങനെ ബന്ധപ്പെടുക, കഷ്ടപ്പെടുക. കർത്താവേ, ഞാൻ രക്ഷയെക്കുറിച്ചെന്നത് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ചൊന്ന് എഴുതാനാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം ആത്മാവ് പറഞ്ഞ് നിർത്തുക, ആ പരിപാടി അങ്ങ് നിർത്തുക, നീ വിശ്വാസത്തെക്കുറിച്ച് എഴുതുക. അത് എൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ദൈവത്തിനും വേണ്ടത് ഈ ദിവസങ്ങളിൽ കുറേ പാട്ട് പാടുന്നവരെയല്ല, കുറേ പ്രാർത്ഥിക്കുന്നവരല്ല. ഇതെല്ലാം വേണം കേട്ടോ. ഇതെല്ലാം ഉണ്ടാകുമ്പോൾ തന്നെ വിശ്വാസത്തോടു കൂടെ ചെയ്യുന്നവരെയാണ് ദൈവത്തിന് ആവശ്യം. ഒരു പാട്ട് പാടുമ്പോൾ അത് വിശ്വാസത്തോടെ പാടുന്നവരെയാണ് ദൈവത്തിന് ആവശ്യം. ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ അമ്മച്ചിയുടെ പ്രാർത്ഥന പോലല്ല. ഒരിക്കൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, പാസ്റ്റർ പ്രസംഗിച്ചു, നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ മലയോട് മാറിപ്പോകാം എന്ന് പറഞ്ഞാൽ മാറിപ്പോകും. അമ്മച്ചി പോയിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അമ്മച്ചിക്ക് മുമ്പിലൊരു മലയുണ്ട്, ആ മല മാറിക്കഴിഞ്ഞാൽ നേരെ മാർക്കറ്റിലേക്ക് പോകാം. അല്ലെങ്കിൽ കുറേ നാളുകളായിട്ട് ഒരു മല ചുറ്റി അങ്ങേ സ്ഥലത്ത് പോകാൻ പറ്റുള്ളൂ. അമ്മച്ചി എന്ത് ചെയ്തെന്നറിയാമോ? വന്നിരുന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഉച്ചതിരിഞ്ഞ് വാതിൽ തുറന്നിട്ടിട്ട് ആ മലയെ നോക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇടയ്ക്കിടയ്ക്ക് കണ്ണു തുറന്ന് നോക്കും, ഒരു മാറ്റവും ഇല്ല. പിന്നെയും പ്രാർത്ഥിക്കാൻ കണ്ണു തുറന്ന് നോക്കും, ഒരു മാറ്റവും ഇല്ല. കുറേ ഇങ്ങനെ പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് തുണി ഇങ്ങോട്ട് എടുത്തിട്ട് പറഞ്ഞു, അല്ലേലും എനിക്കറിയാം ഇത് മാറാൻ പോകുന്നില്ലെന്ന്. അങ്ങനെയുണ്ട്. അങ്ങനത്തെ പ്രാർത്ഥന പ്രാർത്ഥിക്കരുത് കേട്ടോ. മാറും എന്ന് വിശ്വാസമുണ്ടെങ്കിൽ മാറിയിരിക്കണം. നടക്കും എന്ന് വിശ്വാസമുണ്ടെങ്കിൽ നടന്നിരിക്കും. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഈ ദിവസങ്ങളിൽ വിശ്വാസത്തിൽ വർധനവ് ആവശ്യമാണ്. കാരണം എന്നറിയാമോ? 14-ാം അധ്യായം റോമാലേഖനം 14-ാം അധ്യായം 23-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെയും, അവിടെ തീറ്റിയെക്കുറിച്ചാണ് പറയുന്നത്. തീറ്റി വരെ വിശ്വാസത്താൽ ചെയ്തില്ലെങ്കിൽ പാപമാണ്. ഞാനല്ല പറയുന്നത് കേട്ടോ, വചനമാണ് പറയുന്നത്, ആത്മാവ് എഴുതി വെച്ചിരിക്കുന്നത്. തിന്നുന്നത് വരെ വിശ്വാസത്താൽ അല്ലെങ്കിൽ പാപമാണ്. അപ്പോൾ പ്രാർത്ഥനയോ? വിശ്വാസമില്ലാതെ പ്രാർത്ഥിച്ചാൽ, ഞാൻ പറയുന്നത് നിങ്ങൾ പറ, വിശ്വാസമില്ലാതെ പ്രാർത്ഥിച്ചാൽ പാപമാ. വിശ്വാസമില്ലാതെ പാടിയാൽ പാപമാ. വിശ്വാസമില്ലാതെ പ്രസംഗിച്ചാൽ പാപമാ. വിശ്വാസമില്ലാതെ സാക്ഷ്യം പറഞ്ഞാൽ പാപമാ. വിശ്വാസമില്ലാതെ ഔട്ട്റീച്ച് നടത്തിയാൽ പാപമാ. വിശ്വാസമില്ലാതെ പരസ്യയോഗം നടത്തിയാൽ പാപമാ. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പാപമാകാതിരിക്കണമെങ്കിൽ എന്തു വേണം? നമ്മളിൽ വിശ്വാസം വർദ്ധിക്കേണ്ടതായിട്ടില്ലേ പ്രിയമുള്ളവരെ? ഹല്ലേലൂയ. ഇല്ലേ? എങ്ങനെയാ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങളെല്ലാവരും വിശ്വാസമുള്ളവരാണോ? അങ്ങനെയെങ്കിൽ മലയൊന്നും മാറുന്നില്ലല്ലോ. അങ്ങനെയെങ്കിൽ രോഗികൾ സൗഖ്യമാകുന്നില്ലല്ലോ. എല്ലാ ആഴ്ചയിലും നമുക്ക് ലിസ്റ്റുണ്ട് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. എന്നാൽ ഇന്ന് വിശ്വാസമുള്ള ഒരാളെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ആ വ്യക്തി ഒരൊറ്റ വാക്ക് കൽപ്പിച്ചാൽ നടക്കേണ്ടതല്ലേ സംഭവങ്ങൾ? സൗഖ്യമാകേണ്ടതല്ലേ ജീവിതങ്ങൾ? വിടുവിക്കപ്പെടേണ്ടതല്ലേ ജീവിതങ്ങൾ? ബന്ധനം അഴിയേണ്ടതല്ലേ ജീവിതങ്ങൾ? എന്തുകൊണ്ട് ഇതൊന്നും സംഭവിക്കുന്നില്ല എന്ന് ദൈവജനമേ, നമ്മൾ ഈ ദിവസങ്ങളിൽ അവഗാഹമായി ചിന്തിക്കേണ്ടത് കാലഘട്ടമാണ് ഇത്. കർത്താവ് വരുമ്പോൾ വിശ്വാസമുള്ള മണവാട്ടിയെ ചേർക്കാനാണ് വീഴുന്നത്, ആണോ? വിശ്വാസമില്ലാതെ ചെയ്യുന്ന കാര്യങ്ങൾ, കുറേ കാര്യങ്ങൾ ചെയ്യുന്ന മതത്തിൻ്റെ ആചാര അനുഷ്ഠാനങ്ങൾ ചെയ്യാൻ വിശ്വാസം വേണ്ട.
അവിടെ പറയുന്ന ആചാരാനുഷ്ഠാനങ്ങൾ അതുപോലെ ചെയ്താൽ മതി, അതാ മതം. എന്നാൽ ദൈവ സന്നിധി എന്ന് പറയുന്നത് അതല്ല. പിന്നെയോ ആത്മപ്രേരിതമായി ചെയ്യുന്നതാ. സ്തോത്രം. ആ വിശ്വാസത്തോടു കൂടെ ചെയ്യുന്നതാ. ഇവിടെ പറഞ്ഞിരിക്കുന്നു, രക്ഷയെക്കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട്, അല്ലെങ്കിൽ രക്ഷയെക്കുറിച്ച് പറയുന്നതിന് പകരമായിട്ട് വിശ്വാസത്തെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. അത് മാത്രമല്ല, പോരാടണമെന്നാണ് പറയുന്നത്. വിശ്വാസത്തിന് വേണ്ടി പോരാടണം. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് യു ഷുഡ് ഏണസ്റ്റ്ലി കണ്ടന്റ് ഫോർ യുവർ ഫെയ്ത്ത്. നിങ്ങളുടെ വിശ്വാസത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പോരാടണം. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. ഞാനിങ്ങനെ ചിന്തിച്ചു, ഇതിനെന്താ ഈ പോരാട്ടം? നമുക്ക് വല്ലതും പോരാട്ടമുണ്ടോ? പോരാട്ടമുണ്ടോ? ഞാനൊരു കാര്യം പറയാം, ചോദിക്കട്ടെ. ഞാൻ തൃശ്ശൂർ താമസിക്കുന്നു. ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കടകളുള്ള സ്ഥലമാണ് തൃശ്ശൂർ. ചെറുതും വലുതുമായ ഇഷ്ടമില്ല. കേരളത്തിലെ ഒട്ടുമുക്ക സ്വർണ്ണ കച്ചവടക്കാരും തൃശ്ശൂർക്കാരാണ്. നിങ്ങൾ അവിടെ വരികയാണെങ്കിൽ കാണാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. ഈ കടകളെയൊക്കെ മുമ്പിൽ ഇരുന്നുകൊണ്ട് ആൾക്കാർ ഈ മണൽ വാരിക്കൂട്ടുന്നതാണ്, അവിടുത്തെ മണൽ. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താ സംഗതി എന്ന്. പിന്നീട് അറിഞ്ഞത് ഈ മണൽ ഇവരെടുത്തുകൊണ്ട് വീട്ടിൽ പോയിട്ട് ഇത് അരിക്കും. അരിച്ച് ഇതിനകത്ത് തരി സ്വർണം കിട്ടും. ആ തരി സ്വർണത്തിന് പോലും വിലയുണ്ടോ? ഞങ്ങളുടെ അടുക്കൽ എന്താ പാസ്റ്റേ ഈ സ്വർണത്തെക്കുറിച്ചൊക്കെ പ്രസംഗിക്കുന്നത്? ഇന്ന് 1 ഗ്രാം സ്വർണത്തിന് 7,500 രൂപയോളം വില വരുന്നുണ്ടെന്നാണ് നമ്മൾ വായിക്കുന്നത്. ഞാൻ വാങ്ങിച്ചിട്ടില്ലാത്തതുകൊണ്ട് എനിക്കതിനെക്കുറിച്ച് അറിയില്ല. അങ്ങനെയുണ്ടെങ്കിൽ ഒരു പവന് 60,000 രൂപയിലധികം വില വരുന്നു. ഓക്കെ, 1 ഗ്രാം സ്വർണമുണ്ടെങ്കിലും 1000 ഗ്രാം സ്വർണമുണ്ടെങ്കിലും എന്താ അതിനെ നോട്ടമിടുന്ന ആൾക്കാരുണ്ടല്ലേ? അതെങ്ങനെയും കരസ്ഥമാക്കാൻ ആഗ്രഹിക്കുന്ന ഉണ്ടോ? ഉണ്ട്. എന്താ ഞാൻ പറഞ്ഞു വന്നതിന് അർത്ഥമെന്ന് മനസ്സിലായോ? നമ്മുടെ വിശ്വാസം അതുപോലെ. വായിക്കാം. പത്രോസിൻ്റെ 1-ാം ലേഖനം 2-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത്. എങ്ങനെയുണ്ട്? ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട്, ആ വിശ്വാസം തന്നെയാണ് നിങ്ങൾക്കും. നിങ്ങൾക്കൊരു വിശ്വാസമുണ്ട്, അത് തന്നെയാണ് മറ്റവർക്കും. ഒരൊറ്റ ഗ്രേഡിലുള്ള വിശ്വാസമേ ദൈവത്തിന് നമുക്ക് തരാൻ പറ്റുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്തിൻ്റെ മൂല്യമാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം. വിലയേറിയതാ വിശ്വാസം. ഇവിടെ 1-ാം അധ്യായത്തിൽ പറയുന്നത്, പത്രോസിൻ്റെ 1-ാം ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് 7-ാം വാക്യം. പൊന്നിനേക്കാൾ വിലയേറിയതാ ഈ വിശ്വാസം. അങ്ങനെയെങ്കിൽ ഈ വിശ്വാസമുള്ള ഒരു ദൈവത്തിൻ്റെ പൈതലിനെ എങ്ങനെയെങ്കിലും വിശ്വാസമില്ലാത്തവരാക്കി തീർക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ശത്രു നടത്തും. ശരിയാണോ? മൂല്യമായ വിശ്വാസമുള്ള, വിശ്വാസത്തിൻ്റെ വേഷം ധരിക്കുന്നവരെ അവൻ നോട്ടമില്ല, അവർ അവൻ്റെ കയ്യിലായി. പക്ഷെ വിശ്വാസമുള്ള ഒരു ദൈവത്തിൻ്റെ പൈതൽ, അവൻ ഭൂതങ്ങളെ പുറത്താക്കുമെന്നും അവൻ രോഗിയെ സൗഖ്യമാക്കുമെന്നും അവൻ ചില ജീവിതങ്ങളെ വിടുവിക്കുമെന്നും ചില കുടുംബങ്ങളെ മോചിപ്പിക്കുമെന്നും അവൻ്റെ പിടിയിൽ നിന്ന് രക്ഷിക്കുമെന്നും അറിയാവുന്നതായ ശത്രു എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ വേണ്ട പോലെയുള്ള വിലയേറിയ വിശ്വാസമുണ്ടെങ്കിൽ ഇതിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കുവാൻ ശ്രമിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നീ വിശ്വാസിയായിട്ടിരുന്നോ കുഴപ്പമില്ല, വിശ്വാസം ഉണ്ടാകരുത്. നീ ഞായറാഴ്ച വെക്കോ കുഴപ്പമില്ല, പക്ഷേ നീ വിശ്വാസത്തോടു കൂടെ ഒന്നും ചെയ്യരുത്. നീ പ്രാർത്ഥിച്ചോ, നീ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കരുത്. നീ പാടിക്കോ, വിശ്വാസത്തോടെ പാടരുത്. നീ പ്രസംഗിച്ചോ, വിശ്വാസത്തോടെ പ്രസംഗിക്കരുത്. ഇങ്ങനെ അവൻ എങ്ങനെയെങ്കിലും നമ്മുടെ വിശ്വാസത്തെ ഇല്ലാതാക്കുവാൻ അവൻ്റേതായ ശ്രമം അവൻ്റെ ഭാഗത്തു നിന്ന് എല്ലാ രീതിയിലും നടത്തുമ്പോൾ അത് വിട്ടുകൊടുക്കയില്ല എന്ന് തീരുമാനിക്കുമ്പോഴേ പോരാട്ടം വരുന്നുള്ളൂ. നിങ്ങൾ എവിടെങ്കിലും കണ്ടോ? ഈ തിരുവല്ലയിൽ എങ്ങനെ എനിക്ക് അറിഞ്ഞുകൂടാ, ഈ ഗാർബേജ്
ചപ്പുചവറുകൾ കൊണ്ടിട്ടിരിക്കുന്നിടത്ത് സെക്യൂരിറ്റിയെ കാവൽ നിർത്തിയിരിക്കുന്നത് എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? നിങ്ങൾ ആരും ഉറങ്ങുന്നില്ലല്ലോ. ഇല്ല. പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ അല്ല, സെക്യൂരിറ്റി നിൽക്കുന്നത് എവിടെയെന്നറിയാമോ? സ്വർണ്ണക്കടയുടെ മുമ്പിൽ, ബാങ്ക് ATMൻ്റെ മുമ്പിൽ, ബാങ്ക് ബ്രാഞ്ചസിൻ്റെ മുമ്പിലൊക്കെ സെക്യൂരിറ്റിയെ നിർത്തിയിരിക്കുക. എന്തിന്? ഇതിനകത്ത് വിലയുള്ളതുകൊണ്ട് നഷ്ടപ്പെടാൻ പാടില്ല. ഗാർബേജിന് എന്ത് വിലയാ? അത് ആര് കൊണ്ടുപോയാലും കുഴപ്പമില്ല. ഇപ്പോഴത്തെ മുനിസിപ്പാലിറ്റി അധികാരികൾ പറഞ്ഞ ആരെങ്കിലുമൊക്കെ എടുത്തോണ്ട് പോയാൽ മതിയെന്നാ. ദൈവ പൈതലേ, നിന്റെ വിശ്വാസത്തിൻ്റെ, നമ്മുടെ വിശ്വാസം മൂല്യമുള്ളതാണ് എങ്കിൽ ഇല്ലാതാക്കുവാൻ ശത്രു ശ്രമിക്കുമ്പോൾ ഇല്ല, ഞാൻ വിട്ടുതരില്ല എന്ന് ഉറപ്പിക്കുന്ന ദൈവ പൈതല പോരാട്ടത്തിൽ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതിൽ ഉറച്ചു നിൽക്കുന്ന വിശ്വാസിയാ പോരാട്ടത്തിലായിരിക്കുന്നത്. ഇല്ല സാത്താനെ, ഞാൻ വിട്ടുതരില്ല. ഹല്ലേലൂയ. ഞാൻ ഇറങ്ങി തിരിച്ചത് യേശുവിനെ കണ്ടിട്ടാ, ഞാൻ ഇറങ്ങി തിരിച്ചത് അവൻ്റെ ശബ്ദം കേട്ടിട്ടാ, ഞാൻ ഇറങ്ങി തിരിച്ചത് അവൻ്റെ ആലോചന കേട്ടിട്ടാ. ഞാൻ ഇന്ന് രാത്രി, ഇന്ന് പകൽക്കാലം പറയട്ടെ, ഇവിടെ ചില ജീവിതങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി ഇടപെടുന്നത് എൻ്റെ ഉള്ളിൽ തോന്നുന്നുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പല സ്ഥലങ്ങളിൽ ചെന്ന് കഴിഞ്ഞാലുണ്ടല്ലോ, മെസ്സേജ് പറയും, പക്ഷേ അത് അതുപോലെ ഇങ്ങ് മടങ്ങി വരും, വന്നിട്ട് നമ്മുടെ നെഞ്ചത്തടിക്കും. അപ്പോൾ കുറച്ചു നേരം കഴിയുമ്പോൾ നമുക്ക് ക്ഷീണമാകും, നമ്മൾ പോയി ഇരിക്കാൻ നോക്കും. പക്ഷേ ഇവിടെ ഞാനൊരു കാര്യം കാണുന്നുണ്ട്. ആരൊക്കെയോ റിസീവ് ചെയ്യുന്നുണ്ട്, ആരൊക്കെയോ സ്വീകരിക്കുന്നുണ്ട്, ആരൊക്കെ ഏറ്റെടുക്കുന്നുണ്ട്, ആരൊക്കെയോ സമ്മതിക്കുന്നുണ്ട്. ഇല്ല, നമുക്ക് ഈ ദിവസങ്ങളിൽ നമ്മുടെ വിശ്വാസം വിട്ടുകൊടുക്കുകയല്ലെന്ന് നിർബന്ധ ബുദ്ധിയുണ്ടോ? അല്ല, എനിക്ക് ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി, ഇങ്ങനെയൊക്കെ പാടിപ്പോയാൽ മതി, ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചു പോയാൽ മതി എന്നുള്ളതായിട്ടുള്ള വളരെ ലളിതമായൊരു ചിന്താഗതിയാണെങ്കിൽ ഒരു പോരാട്ടവുമില്ല. ഇപ്പോൾ എൻ്റെ വൈഫൊരു വാക്യം വായിച്ചു, അത് ഞാൻ പറയേണ്ട വാക്യമാണ്. ആ വാക്യം, വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതുക. വിശ്വാസത്തിൻ്റെ എന്താ ഈ വിശ്വാസത്തിന് നല്ല പോർ? ഹല്ലേലൂയ. അയൽവക്കക്കാർ കൂടോത്തരം ചെയ്തെന്നും പറഞ്ഞ് 21 ദിവസം ഉപവാസിക്കുന്നതല്ല. നീ വിശ്വാസിയാണെങ്കിൽ അവൻ ചെയ്യും, നിൻ്റെ വീടിന് അടുത്തോട്ട് എത്തുകയുമില്ല. ഇപ്പോൾ കുറേ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ. ഏതാ പെന്തക്കോസ്തുകാരുടെ വീട്ടിൽ പ്രാർത്ഥിക്കുന്നവരുടെ വീട്ടിൽ വന്ന പ്രവാചകൻ പറയുന്നത് അവിടുന്ന് ചെയ്തതിൻ്റെ പരിണിത ഫലമാണ്. അവിടുന്ന് ചെയ്തത് എൻ്റെ 4 അതിനുള്ളിൽ കടക്കാൻ ഈ വിശ്വാസം അനുവദിക്കുകയല്ലെന്ന് പറ. ഹല്ലേലൂയ. അവിടുന്ന് അയച്ചത് അവിടോട്ട് തന്നെ തിരിച്ചു പോകുമോ? വേറെ എവിടെങ്കിലും പോകുമോ? എനിക്കത് വിഷയമല്ല. എൻ്റെ വീടിനെ നോട്ടമിട്ട് ആരെങ്കിലും, എൻ്റെ കുഞ്ഞുങ്ങളെ നോട്ടമിട്ട് ആരെങ്കിലും, എൻ്റെ കുടുംബത്തെ നോട്ടമിട്ട് ആരെങ്കിലും എന്ത് പ്രവർത്തിച്ചാലും എൻ്റെ വിശ്വാസം അതിനെ അനുവദിക്കുകയില്ല. എൻ്റെ വിശ്വാസത്താൽ ഞാൻ ജയിക്കുന്നവനാണ്, ഞാൻ ജയിക്കുന്നവളാണ് എന്ന് ഉച്ചൈസ്വരം പ്രഖ്യാപിക്കണം ഈ രാവിലെ സമയത്ത്. നമുക്ക് വിശ്വാസത്തിന് വേണ്ടി പോരാടണം. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, നമുക്ക് പലപ്പോഴും നമ്മുടെ വിശ്വാസത്തിൻ്റെ മൂല്യം അറിഞ്ഞുകൂടാ. പക്ഷെ ആർക്കറിയാം? സാത്താനറിയാം, ദൈവത്തിനറിയാം, അത് വേറെ കാര്യം. സാത്താന് നല്ലപോലെ അറിയാം. ഇവനോ ഇവളോ വിശ്വാസിയായി കഴിഞ്ഞാൽ, വിശ്വാസമുള്ളവരായി കഴിഞ്ഞാൽ, വിശ്വാസമുള്ളവളായി ജീവിച്ചാൽ, വിശ്വാസമുള്ളവനായി ജീവിച്ചാൽ ഇത് ഭയങ്കര പ്രശ്നമായിരിക്കും. ഞാൻ ഉദ്ദേശിച്ച പരിപാടിയൊന്നും തിരുവല്ലയിൽ നടക്കുകയില്ല, ഈ ഭാഗത്ത് മഞ്ഞാടിയിൽ എന്നെക്കൊണ്ട് ഇവരൊന്നും ചെയ്യിക്കുകയില്ല എന്ന് അവനറിയാവുന്നത് കൊണ്ട് എങ്ങനെയെങ്കിലും എന്നെയും നിങ്ങളെയും പൊത്തുവരുത്ത ക്രിസ്ത്യാനിയാക്കാൻ, പൊത്തുവരുത്ത വിശ്വാസിയാക്കാൻ അവൻ പല മന്ത്രങ്ങളും പല തന്ത്രങ്ങളും നമുക്ക് ഓതുമ്പോൾ നമുക്ക് ഈ ദിവസങ്ങളിൽ ഉച്ചൈസ്വരം പ്രഖ്യാപിക്കാൻ സാധിക്കണം. ഇല്ല, ഞാൻ വിട്ടുതരില്ല. ഹല്ലേലൂയ. ഞാൻ വിശ്വാസത്തിൽ ബലപ്പെടും, ഞാൻ വിശ്വാസത്തിൽ ശക്തിപ്പെടും, ഞാൻ വിശ്വാസത്തോടെ എഴുന്നേൽക്കും. ഏലിയാവിനെ പോലെ ഹല്ലേലൂയ. സമസ്വഭാവമുള്ള മനുഷ്യൻ പ്രാർത്ഥിച്ചപ്പോൾ മഴ നിന്നു, പ്രാർത്ഥിച്ചപ്പോൾ മഴ പെയ്തതുപോലെ ഈ ദിവസങ്ങളിൽ എനിക്കും അധികാരമുണ്ട്, എൻ്റെ സഹോദര സഹോദരിമാർക്കും അധികാരമുണ്ട്, ദൈവസഭയ്ക്ക് അധികാരമുണ്ട്. മഴയെ തടഞ്ഞു നിർത്തുവാൻ നമ്മുടെ വല്യപ്പച്ചന്മാരൊക്കെ അങ്ങനെ ചെയ്ത ചരിത്രം നിങ്ങൾ വായിച്ചിട്ടില്ലേ? ഇന്ന് എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല? അത് സംഭവിക്കേണ്ട കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഭാരതഭൂമി ക്രിസ്തീയ ദൈവത്തെ, യേശുവിനെ വെളിപ്പെടുത്തി കൊടുക്കേണ്ട കാലഘട്ടമാണ്. ഒരു വാക്യം കൂടെ മാത്രം വായിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. 3-ാമത്തെ എഫേസ്യ ലേഖനം 3:10. എഫേസ്യ ലേഖനം 3:10. പെട്ടെന്ന് ആ വാക്യം മനസ്സിൽ ഓർമ്മ. വായിച്ചു. ആ ആ ആ ആ ആ അങ്ങനെ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിൻ്റെ ബഹിവിധമായ ജ്ഞാനം സഭ മുഖാന്തരം അറിവായി വരുന്നു. സഭയുടെ ദൗത്യം എന്താ?
ദൈവത്തിൻ്റെ ബഹുവിധമായ ജ്ഞാനം മഞ്ചാടിയിൽ കാണിക്കാനാണ്, തിരുവല്ലയിൽ കാണിക്കുക എന്നുള്ളതാണ് ദൈവസഭയുടെ ഉത്തരവാദിത്വം. സഭ മുഖാന്തരം അറിവായി വരുന്നു. സഭയുടെ വിളി പരമോന്നതമായൊരു വിളിയാണ്. സഭ ഇങ്ങനെ പാട്ടും പാടി മാത്രം കഴിയാനുള്ളവരല്ല, ദേശത്തെ പിടിച്ചടക്കാനുള്ളവരാണെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? കുടുംബങ്ങളെ പിടിച്ചടക്കാനുള്ളവരാണെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നമുക്ക് വലിയ ദൗത്യമുണ്ട് പ്രിയമുള്ളവരെ. എന്നിലൂടെയും നിങ്ങളിലൂടെയും ദൈവത്തിൻ്റെ ബഹുവിധമായ ജ്ഞാനം ഈ ദിവസങ്ങളിൽ ദൈവത്തിന് വെളിപ്പെടുത്തുവാനായിട്ട് ആഗ്രഹമുണ്ട്. അതിന് നമ്മെ എല്ലാവരെയും ദൈവകരങ്ങളിൽ കേൾപ്പിക്കാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, വെറും നാമധേയമായ വിശ്വാസ ജീവിതമല്ല, വിശ്വാസമുള്ള ജീവിതം നമുക്ക് ജീവിക്കണം. ഹല്ലേലൂയ. ഇത് വലിയൊരു സബ്ജക്റ്റാണ്. ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. യൂദ പറയുക, യൂദയോട് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, മോനെ വിശ്വാസത്തിന് വേണ്ടി പോരാടാൻ പറ എന്ന് എഴുതുക. ഹല്ലേലൂയ. എന്താ കാരണം എന്നറിയാമോ? വിശ്വാസം നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യുമെന്നറിയാമോ? കൃപയെ തങ്ങളുടെ ഭോഗേച്ഛകളിൽ, ദൈവത്തിൻ്റെ കൃപയെ ഭോഗങ്ങളിൽ ചിലവിടുവാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു അവസ്ഥ വരാൻ പോകുകയാണ്. ഇന്ന് രാവിലെ ദൈവവൈദ്യങ്ങളെ നമുക്ക് ഈ ദിവസങ്ങളിൽ നിന്ന് ഉണരേണ്ടത് ആവശ്യമാണ്. ഉന്മേഷം പ്രാപിക്കണം.